ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഉദയനാണ് താരം എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിൻ്റെ പഴയ പടം റിലീസ് ചെയ്യാൻ പോവാണ്. ജൂൺ 20 പടം റിലീസ് ആവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ മെർസൽ എന്ന് പറഞ്ഞിട്ടുള്ള തലപതി വിജയുടെ പടം കേരളത്തിൽ റിലീസ് ആകാൻ പോകുന്നുണ്ട് ജൂൺ 20 അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ മെഗാലു ചെപ്പിനെ പ്രേമകഥ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ മെയ് 31 4 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നാളെ 4 മണിക്ക് വരും എന്നുള്ളത്. പിന്നെ ദാവൂദ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ മിനി സ്റ്റുഡിയോ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ നമ്പർ 13 അതിൻ്റെ അനൗൺസ്മെന്റ് വരും എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും എൻ്റെ പ്രൊമോ പുറത്തിറങ്ങിയിട്ടുണ്ട്. കിഷൻ ദാസും ഹർഷദ് ഖാനുമാണ് മെയിൻ കഥാപാത്രങ്ങളായിരുന്നത്. സരങ് ടാക്കു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഓഹോ എന്താൻ ബേബി എന്ന് പറഞ്ഞതിൻ്റെ ഫസ്റ്റ് ഗ്ലിംസ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ 3 വാക്ക് എന്ന് പറഞ്ഞാൽ അന്ന് റിലീസിനായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നാളെ മുതൽ പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്, അതിന് സ്ക്രീനിൽ എടുക്കാം. പിന്നെ പടത്തിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടുണ്ട്, അതിന് സ്ക്രീനിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഭൈരവ് എന്ന് പറഞ്ഞാൽ എന്നാണ് റിലീസിനാവുന്നത്. അപ്പോൾ ഇന്നലെ ഇതേമാതിരി നാളെ വരും എന്നുള്ള രീതിയിൽ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റർ വന്നിരുന്നു, അതും കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിലത്തെ ടീം ഓഫ് സീൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മാസ് ചദര എന്ന് പറഞ്ഞിട്ടുള്ള പടം ഓഗസ്റ്റ് 27 വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ആകാനുള്ള അറിയിച്ചിട്ടുണ്ട്. രവിതേജ് വരാൻ പോണ പടമാണ്. പിന്നെ ഗതികാച്ചൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ 2 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ പടത്തിന് ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട് മെയ് 31 എന്ന് വെച്ചാൽ നാളെ പടം റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ 8 വസന്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ജൂൺ 20 തിയേറ്ററിൽ എത്തുന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞിട്ട് പടം റിലീസിന് എത്തിയിട്ടുണ്ട്. എന്തായാലും പടത്തിന് യുബാറെ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിറ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു, അത് 15 million+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ജൂൺ 27 പടം റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ RPM എന്ന് പറഞ്ഞ പടത്തിലത്തെ വശങ്ങളായിട്ടുള്ള ബ്രോക്കൻ ആരോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് 5 മണിക്ക് വരുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ എംപയർ എന്ന് പറഞ്ഞ ബുക്കിൻ്റെ കവർ പേജ് ആയിട്ട് ദ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒരു ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള പടം വിജയിക്കണമെങ്കിൽ 2 billion കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിന്ന് ആടുന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ ബ്രേക്ക് ചെയ്യാൻ കിടക്കുള്ളൂ. പിന്നെ തേവര പാർട്ട് 1 എന്ന് പറഞ്ഞ പടത്തിൽ ഗദ്ദാർ തെലങ്കാന ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് കൊറിയോഗ്രാഫറായിട്ട് ആയുധപൂജ എന്ന് പറഞ്ഞ പാട്ടിൽ കൊറിയോഗ്രാഫി ചെയ്ത ഗണേഷ് ആചാര്യക്ക് കിട്ടിയിട്ടുണ്ട് അവാർഡ്. പിന്നെ വ്യസന സമേത ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞിട്ടുള്ള പടം ജൂൺ 13 റിലീസ് ആവാനുള്ള അറിയിച്ചു. പിന്നെ മണിരത്നത്തിൻ്റെ ഇപ്പോൾ എടുത്തിട്ടുള്ള പടം തഗ് ലൈഫ് എന്ന് പറഞ്ഞ പടമാണ്. ഈ പടത്തിന് ശേഷം അടുത്തായിട്ട് STR വെച്ചിട്ടായിരിക്കും പടം എടുക്കുക എന്നുള്ള കേൾക്കുന്നുണ്ട്. അതിൽ നായികയായിട്ട് രുക്മിണി വസന്ത് വരും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും റൊമാൻറ്റിക് ഡ്രാമ ആയിരിക്കും പടം എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാം വരില്ല എന്നുള്ളത്. പിന്നെ ബെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ലോകശേനരാജ് സ്റ്റോറി ചെയ്തിട്ട് ഭാഗ്യരാജ് കണ്ണ എടുക്കുന്ന പടം പടത്തിന്റെ പൂജയൊക്കെ പടുത്ത് കഴിഞ്ഞാണ് ഷൂട്ടൊക്കെ തുടങ്ങിയതാണ്. എന്തായാലും ആ പടത്തിൽ നായിക എത്താൻ പോകുന്നത് സംയുക്ത മേനോൻ ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. കൺഫേം ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു മാത്രം. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഗദ്ദാർ തെലങ്കാന ഫിലിം അവാർഡ്സിൽ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ പടത്തിന് 3rd ബെസ്റ്റ് ഫീച്ചർ ഫിലിമായിട്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി ബെസ്റ്റ് സ്ക്രീൻ പ്ലേ റൈറ്റർ എന്നുള്ള ലെവലിൽ വെങ്കി അറ്റ്ലൂരിക്ക് കിട്ടിയിട്ടുണ്ട് അവാർഡ്. പിന്നെ ബെസ്റ്റ് എഡിറ്ററായിട്ട് നവീൻ നൂലിക്ക് കിട്ടിയിട്ടുണ്ട് അവാർഡ്. അതേമാതിരി സ്പെഷ്യൽ ജൂറി അവാർഡ് 1 ആയിട്ട് ദുൽഖർ സൽമാനും കിട്ടിയിട്ടുണ്ട് അവാർഡ്. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞ പടത്തിൽ മോഹൻലാൽ ഈ ജൂണിൽ ജോയിൻ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. ഇതാണ് ഇതിന്റെ ഫൈനൽ ഷെഡ്യൂൾ. ഈ ജൂണിൽ തന്നെ ഇതിന്റെ ഷൂട്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ആവുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പടത്തിന്റെ റിലീസ് ഓണത്തിനൊക്കെ ആയിരിക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. അതൊരു 50-50 ചാൻസ് ആണ്, കൺഫേം ആയിട്ടൊന്നുമില്ല. ശ്രീകോകുലം മൂവീസ് ഇതുവരെയായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. എന്തായാലും ജൂലൈ 4 ഒരു അപ്ഡേറ്റ് വരും എന്നുള്ള പറഞ്ഞായിരുന്നു. അതിൽ ചിലപ്പോൾ അറിയിക്കുന്നുണ്ടായിരിക്കും റിലീസ് ഡേറ്റ്. പിന്നെ ജനനായകൻ എന്ന് പറഞ്ഞാൽ തലപതി വിജയുടെ പടം ലാസ്റ്റ് പടമായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടായിരുന്നു. ലിയോ 2 ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ഇപ്പോഴും കൺഫർമേഷനും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. എന്തായാലും ഈ പടം ലാസ്റ്റ് പടം എന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഷൂട്ടിന്റെ അന്ന് ഫാൻസാരെയും ഇതിന്റെ പടത്തിന്റെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഒരു ഫെയർവെൽ പോലത്തെ ഒരു പാർട്ടി ഉണ്ടാവും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം സക്സസ് ആക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല, നടക്കുന്നുണ്ടായിരിക്കാം മിക്കവാറും. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിന്റെ പടത്തിൽ മോഹൻലാലിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മേജർ ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ ഹാർട്ട് സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു മേജർ ആയിട്ടാണ് മോഹൻലാൽ ഈ പടത്തിലെത്തുന്നത്. മോഹൻലാലിനെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ AK-64 അജിത് കുമാറിന്റെ 14ാമത്തെ പടം എടുക്കുന്നത് ആദിത്യ രവിചന്ദ്രൻ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. മൈത്രി മേക്കേഴ്സ് പ്രൊഡ്യൂഷൻ എന്നുള്ള കേട്ടിരുന്നു. അതേമാതിരി ജി പ്രകാശ് ആയിരിക്കും മ്യൂസിക് ചെയ്യാന്നുള്ള കേട്ടിരുന്നു. അപ്പോൾ ഇതിൽ നായികയായിട്ട് നയൻതാരയും പൂജാകിട്ടായിരിക്കും വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. രണ്ടാക്കാരും വരുന്നല്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരാളായിരിക്കാം, അങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്ടോബറിൽ തുടങ്ങും എന്നുള്ള കേൾക്കുന്നുണ്ട് ഈ വർഷം. അതേമാതിരി 2026 സമ്മറിൽ ഏപ്രിൽ ആ ടൈമിലൊക്കെ ആയിട്ട് റിലീസിന് എത്തുന്നുള്ള കേൾക്കുന്നുണ്ട്. വേറെ സംഭവം കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ AK-64 എന്ന് വെച്ചാൽ അജിത് കുമാറിന്റെ 64ാമത്തെ പടം എടുക്കുന്നത് ധനുഷ് ആയിരിക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ധനുഷാണ് എടുക്കുന്നതെങ്കിൽ ആ പടത്തിൽ വില്ലനായിട്ട് നാനി വരും എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. കൺഫേം ആയിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തായാലും നാനിയുടെ ഹിറ്റ് 3rd കേസ് എന്ന് പറഞ്ഞിട്ടുള്ള OTT റിലീസ് ആയിരുന്നു, ഞാൻ കണ്ടായിരുന്നു. എന്തായാലും പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ റേറ്റിംഗ് പറയുന്നത് 10-ൽ 8 ആയിട്ട് കൊടുക്കും. നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. സർട്ടിഫിക്കറ്റാണ് പടത്തിന്, പക്ഷേ ഫസ്റ്റ് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ രീതിയിലാണ് പോകുന്നത് ഫസ്റ്റ് ഹാഫ് ഒക്കെ. സെക്കൻഡ് ഹാഫ് ഒരു ലാസ്റ്റിക്കൊക്കെ എത്തുമ്പോഴാണ് മെയിനായിട്ട് വയലൻസ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുവരെ ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. അത് ചിലപ്പോൾ ചിലർക്ക് പറ്റത്തില്ല, അതുവരെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് ഒരു ടൈലൻഡ് പോലെ ഹിറ്റ് 4th കേസ് എന്ന് പറഞ്ഞ പടത്തിലേക്ക് ഒരു ലീഡ് ഇട്ടിട്ടുണ്ട്. അതിൽ കാർത്തിയാണ് വരുന്നത്. ഓൾറെഡി എല്ലാവരും അറിഞ്ഞാണ്. എന്തായാലും അതും ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അഭിലാഷം എന്ന് പറഞ്ഞിട്ടുള്ള OTT റിലീസ് ആയിരുന്നു, അത് ഞാൻ കണ്ടായിരുന്നു. പടം ഒരു കുഴപ്പമില്ലാത്ത നല്ല പടമായിട്ട് തന്നെ തോന്നി, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. വലിയ സംഭവമായിട്ട് പറയാനുള്ളൊന്നുമില്ല. എന്തായാലും ഇതിന്റെ റേറ്റിംഗ് പറയുകയാണെങ്കിൽ ഒരു 10-ൽ 7 ആയിട്ട് കൊടുക്കും. ഒരു എവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം 2 പടത്തിനെ കുറിച്ചുള്ള താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബൈ.